അയാൾ ഡി സി. അപ്പോൾ ഡി സിയുടെ ഒരു എക്സാജറേറ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയറ്റിക് ആയിട്ടുള്ള വയലൻസ്, റേജ്, മാഡ്നസ് എല്ലാം കൂടെയുള്ള ഒരു ഫെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനുള്ള കീ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ അരുൺ മാധേശ്വരൻ. കാരണം പുള്ളി ഈ സിനിമ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ കിടിലൻ രീതിയിലാണ്. കാരണം ആ മേക്കിംഗ് ആണെങ്കിലും ആ തന്നിരിക്കുന്ന തിയേറ്ററിക്കൽ ഹൈസും അതിൽ വരുന്ന ആ ഒരു ഇമോഷണൽ ഫീലും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം പല സീൻസ് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം കൊണ്ടും കൂടെ വളരെയധികം അത് വർക്ക് ചെയ്തതാണ്. കാരണം ഈ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും അധികം എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഹാഫ് ടൈമിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ ആ ഒരു ആക്ഷൻ ബ്ലോക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റേ ഒരു പ്രീ ക്ലൈമാക്സ് അതിൽ വരുന്ന ഒരു ഇമോഷണൽ എലിമെൻറ്റും അതിനുശേഷം ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കുള്ള ആക്ഷൻ ബ്ലോക്കും അതിൽ ആ ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. കാരണം ഈ തിയേറ്ററിക്കൽ ഹൈ എന്ന് പറഞ്ഞാൽ ഒരു ഗൂസ് ബം മൊമെൻ്റ് അല്ല, കാരണം അതിലെ ഇമോഷണലും ആ സീനിൻ്റെ ഇമ്പാക്റ്റും കൊണ്ടുണ്ടാകുന്ന ഒരു മെയിൻ ഇതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു റൈറ്ററോടാണ്, വേറൊരു രണ്ടുപേരോടുണ്ട് ഡയലോഗും റൈറ്റിങ്ങും എല്ലാം കൂടെ ആയിട്ട്. അവരാ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്, കാരണം അതൊരു നോർമൽ ക്യാരക്ടേഴ്സ് അല്ല, എന്നാലും ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു റേജ്, ഹെൽപ്ലെസ്നെസ്, മറ്റേ ഒരു മൊമെൻ്ററി ആക്ഷൻസ് എല്ലാം കൂടെ വന്നിരിക്കുന്നത് ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആണ്. കാരണം നല്ല ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ ഒരു നല്ല മീനിങ് കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് ഇവർ നല്ല രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്ത് പറയത്തക്കേണ്ട പെർഫോമൻസസ് ആണ്. ഇപ്പോൾ ലോകേഷാണ് അതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത്. കാരണം പുള്ളിയുടെ ഫുൾ ടൈം ആക്ടിങ് ഡെബ്യൂ ആണ്. പക്ഷേ ആ റോള് വളരെയധികം ടൈലർ മെയ്ഡ് ഫോർ ഹിം ആൻഡ് പുള്ളി നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വാമിക ഗബ്ബി, പുള്ളിക്കാരി നല്ല രസമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളിക്കാരിയുടെ ആ ഒരു ഡെപ്പിക്ഷൻ കാരണം ഈ ക്യാരക്ടറിന് കൊണ്ടുവരുന്ന ഒരു മീനിങ്ങും അതിൻ്റെ ഒരു ഡെപ്തും എല്ലാം കൂടെ വളരെയധികം നല്ല രീതിയിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. സഞ്ജന കൃഷ്ണമൂർത്തി ഒരു ചെറിയ റോളിൽ വന്നിട്ടുണ്ട്, നല്ല ഇമ്പാക്റ്റ്ഫുൾ ആണ്. പിന്നെ ഒന്ന് രണ്ട് പേരുണ്ട് സപ്പോർട്ടിങ് കാസ്റ്റിൽ. സപ്പോർട്ടിങ് കാസ്റ്റ് എല്ലാവരും ആക്ച്വലി കിടലുമാണ്. പക്ഷെ ഒന്ന് രണ്ട് പേരെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കൃഷ് ദയാൽ പുള്ളി ഒരു നെഗറ്റീവ് റോള്, ചെറിയൊരു നെഗറ്റീവ് റോള് രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിനാഷ് രഘുദേവൻ ഇവരുടെ ഒരു ഫ്രണ്ട് ഗ്യാങ്ങിലുള്ള പുള്ളിയായിട്ട് അതും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, കാരണം ക്യാമറ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ആക്ഷൻ കൊറിയോഗ്രാഫി ആയിട്ട് എല്ലാം കിടിലമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇതിന് ഒരു കളർ ടോണും എല്ലാം ഉണ്ട്. കാരണം ഈ സ്ക്രിപ്റ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ആ ടെക്നിക്കൽ ടീം നല്ല കിടിലമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ സിനിമ ഏറ്റവും അധികം ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ ട്രാക്ക് അല്ല, ഏതാണ്ട് ഒരു 10-15 ഉണ്ട് ഇങ്ങനെ വൺ ആഫ്റ്റർ ദ അതർ വന്നുകൊണ്ടിരിക്കും, നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം അത് തരുന്ന ആ ഫീലും ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കാരണം ഒരു തിയേറ്ററിൽ, കാരണം എനിക്ക് തോന്നുന്നില്ല അടുത്തിടെ ഒന്നും ഇത്രയും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട്, കാരണം ഒരു ഫിലിം ഫുള്ള് ക്യാരി ചെയ്യുന്നതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുത്തിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ഹാറ്റ്സ് ഓഫ് ടു ഹിം. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പടമല്ല. കാരണം ഇത് കൺവെൻഷണൽ അല്ല, ഒരുപാട് വയലൻസ് ഉണ്ട്, പിന്നെ പ്ലോട്ട് വൈസ് അങ്ങനെ ഭയങ്കര ഫ്രഷ് ആയിട്ടൊന്നും തരുന്നില്ല. പക്ഷെ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഇറ്റ് വുഡ് ബി എ മൂവി ടു ചെറിഷ്, ടു ഫീൽ ആൻഡ് ക്യാരി വിത്ത് യു അ ലോങ് ആഫ്റ്റർ ദ ഷോ ഇസ് ഓവർ. സോ താങ്ക് യു.